ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ അനാലിറ്റിക് ഫംഗ്ഷൻസിൻ്റെ കഴിഞ്ഞ പാർട്ടുകളിൽ അവസാന പാർട്ടിൽ ഡിസ്കസ് ചെയ്തത് ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് കരുതുക. എഫ് ഓഫ് സെഡ് എന്നുള്ളൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ തന്നാൽ അയാൾ സെഡ് എന്നുള്ളൊരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അയാൾ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതേപോലെ പിന്നീട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത് ഒരു ഫംഗ്ഷൻ കോഷി-റീമാൻ ഇക്വേഷൻ ഒരു പോയിന്റിൽ സാറ്റിസ്ഫൈ ചെയ്ത് എന്ന് കരുതിയിട്ട് എന്താവണം നിർബന്ധമില്ല. നീഡ് നോട്ട് ഇംപ്ലൈ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ദാറ്റ് പോയിന്റ്. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നും കോഷി-റീമാൻ സാറ്റിസ്ഫൈ ചെയ്ത് എന്ന് കരുതിയിട്ട് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകണം എന്നില്ല എന്നുമാണ് നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് തന്നു എന്ന് കരുതാം. എഫ് ഓഫ് സെഡ് എന്നുള്ളത് യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് കോമ വൈ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ സാധാരണ എക്സ്പ്രസ് ചെയ്യാറ്. യു എന്നുള്ളത് എക്സിലും വൈയിലുള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിട്ടും വി എന്നുള്ളത് എക്സിലും വൈയിലുള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഇത്തരത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് പകരം നമ്മൾ സാധാരണ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതുന്ന സമയത്ത് എക്സിനെയും വൈയിനെയും നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിനെയും അതിൻ്റെ കോൺജുഗേറ്റിൻ്റെയും ടേമിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. സെഡ് ബാർ ഈ ടേമിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഫംഗ്ഷൻ തന്നാൽ ആ സമയത്ത് നമുക്ക് എങ്ങനെ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ തന്നു. എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് വൈ. ബി എ കോംപ്ലക്സ് ഫംഗ്ഷൻ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെന്ന് അസ്യൂം ചെയ്യാം. അയാളൊരു കോംപ്ലക്സ് ഫംഗ്ഷനാണ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് സെഡ്. ഒരു സെഡ് എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് പ്രകാരം അയാൾ എന്ത് ചെയ്യും? ആ പോയിന്റിൽ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദെൻ ദ കോംപ്ലക്സ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് സി ആർ ഇക്വേഷൻ. എന്തായിരുന്നു സി ആർ ഇക്വേഷൻ? യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ദ ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് ദ സി ആർ ഇക്വേഷൻ എഫ് എക്സ് യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. നമ്മൾ വേറൊരു രൂപത്തിലും ഇതിനെ എക്സ്പ്രസ് ചെയ്യാറുണ്ടായിരുന്നു. എഫ് ഓഫ് സെഡ് എന്നുള്ളൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവായിട്ട് എഫ് എക്സ് എഫ് ഡാഷ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു നമ്മൾ എഫ് എക്സിന് ഈക്വൽ ആണെന്നും എഫ് എക്സിനെ നമ്മൾ യു എക്സ് പ്ലസ് ഐ വി എക്സ് എന്ന് എഴുതി. ആൻഡ് യു എക്സ് ഡിഫറൻഷ്യബിൾ ആയത് പ്രകാരം യു എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? വി വൈക്ക് ഈക്വൽ ആയിരിക്കും. വി എക്സ് മൈനസ് ഓഫ് യു വൈക്ക് ഈക്വൽ ആയിരിക്കും. മൈനസ് ഓഫ് ഐ യു വൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു യു വൈ പ്ലസ് ഐ വി വൈ എന്നുള്ള ടേമിന് യു വൈ മൈനസ് ഓഫ് ഐ ആവണമെങ്കിൽ ഇവിടെ എന്ത് കൊടുത്താൽ മതി? മൈനസ് ഐ കൊടുത്താൽ മതി. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മൈനസ് ഐ ഇൻറ്റു ഐ സ്ക്വയർ -1 പ്ലസ് ആയിട്ട് മാറും. വി വൈയുടെ സൈന് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഇയാളെ നമുക്ക് യു വൈ പ്ലസ് ഐ വി വൈനെ മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണെന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു ഇയാൾ എന്തിന് ഈക്വൽ ആണ്? എഫ് വൈന് ഈക്വൽ ആണ്. അത് പ്രകാരം നമ്മൾ എഫ് എക്സ് എഴുതാറുണ്ട്. എഫ് ഡാഷ് ഓഫ് എക്സിന് എഫ് എക്സ് എന്ന് എഴുതാറും. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഐ ഇൻറ്റു എഫ് വൈ എന്ന് എഴുതും. ഈ ഒരു രൂപത്തിലും നമ്മൾ കോഷി-റീമാൻ ഇക്വേഷൻ പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ തന്നു. ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് ഒരു പോയിന്റിൽ. അത് പ്രകാരം എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമുക്ക് എക്സിനെയും വൈനെയും സെഡിൻ്റെയും സെഡ് ബാറിൻ്റെയും ടേമിൽ എക്സ്പ്രസ് ചെയ്യണം. എക്സിനെ സെഡ് ബാറിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം റിയൽ പാർട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് സെഡ് പ്ലസ് സെഡ് ബാർ ബൈ 2 ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് ബാർ ബൈ 2i. നമ്മൾ സാധാരണ റിയൽ പാർട്ടിനെയും കോംപ്ലക്സ് പാർട്ടിനെയും ഇമാജിനറി പാർട്ടിനെയും സെഡിൻ്റെ കോൺജുഗേറ്റിൻ്റെയും ടേമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് ഇയാൾ. എക്സ് ഈസ് ഈക്വൽ ടു സെഡ് പ്ലസ് സെഡ് ബാർ ബൈ 2 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് ബാർ ബൈ 2. ദെൻ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു യു ഓഫ് എക്സ് കോമ വൈ. യു ഓഫ് എക്സിന് പകരം ആരെ കൊടുക്കാം? സെഡ് പ്ലസ് സെഡ് ബാർ ബൈ 2 കോമ വൈന് പകരം സെഡ് മൈനസ് സെഡ് ബാർ ബൈ 2i plus I into v of x can be replaced by z plus z bar by 2 and y can be replaced by z minus z bar by 2i. Therefore, f of zb can be expressed in the form of u and v, where u is a function of z and z bar and v is a function of z and z bar. Then
വാട്ട് അബൌട്ട് എഫ് സെഡ് ബാർ? എഫ് സെഡ് ബാർ എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻഷിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ബാർ. എഫ് ആരിലുള്ള ഫംഗ്ഷനാ? എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സെഡ്. എഫ് ഓഫ് സെഡ് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് സെഡ് ആണ്. സെഡിനെ നമുക്ക് എന്തിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാം? സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡിനെ വേണമെങ്കിൽ എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാം. എക്സ് പ്ലസ് ഐ വൈനെ നമ്മൾ ഓർഡേർഡ് പെയർ ആക്കുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് മീൻസ് എഫ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾ. എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. നൗ x is a function of z and z bar. X is equal to expressed as z plus z bar by 2 and y also expressed as z minus z bar by 2i. Therefore, y is also a function in z and z bar. Here, f is a function of x and y and x can be treated as functions of z and z bar. Y also can be treated as a function of z and z bar. Z bar. Therefore, f is a function of z. From z, we can approach along these two composite functions. നമുക്ക് ഈ രണ്ടാൾക്കാരുടെ കോമ്പോസിറ്റ് എടുത്താൽ മതി എഫ് സെഡിലുള്ളതായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതേപോലെ എഫ് വൈയിലുള്ളതാണ് വൈ സെഡിലും സെഡ് ബാറിലുള്ളതാണ്. നമ്മളോട് ചോദിച്ചത് ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ ആണ്. എഫ് എന്നുള്ള ഫംഗ്ഷനെ സെഡ് ബാറിൻ്റെ ടേമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എഫ് സെഡ് ബാറിൻ്റെ ടേമിൽ, ദാറ്റ് മീൻസ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സെഡ് ബാർ. എഫ് സെഡ് ബാറിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് ഈ ഫംഗ്ഷൻ്റെയും കോമ്പോസിറ്റ് പാത്തുകൾ തമ്മിലുള്ള ഡിഫറൻഷിയേഷൻ എടുത്താൽ മതി. അതേപോലെ ഈ ഫംഗ്ഷനും എഫ് വൈയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്, വൈ സെഡ് ബാറിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്. അപ്പോൾ സെഡ് ബാറിൽ നിന്ന് വൈയിലേക്കുള്ള ഒരു ഫംഗ്ഷന്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ഫംഗ്ഷൻ, അവരുടെ രണ്ടാളുടെയും കോമ്പോസിഷൻ എടുത്താൽ നമുക്ക് എഫ് സെഡ് ബാറിലുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടും. Therefore, എഫ് ക്യാൻ ബി treated to z bar along these two composite paths and along these two composite paths. ഈ പാത്തിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഡിഫറൻഷിയേഷൻ എന്താ വരിക? എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത്, ഡോ എഫ് ബൈ ഡോ എക്സ് വരും. ഇയാളോ എക്സിനെ സെഡ് ബാറിൽ ഡോ എക്സ് ബൈ ഡോ സെഡ് ബാർ. ഇയാൾ എഫിനെ വൈയിൽ ഡോ എഫ് ബൈ ഡോ വൈ ആൻഡ് ദിസ് ഫംഗ്ഷൻ വൈ ഇൻ സെഡ് ബാർ ഡോ വൈ ബൈ ഡോ സെഡ് ബാർ. ഇവരും കൂടി തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ കിട്ടും. Therefore, ബൈ ചെയിൻ റൂൾ ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ സെഡ് ബാർ പ്ലസ് അടുത്ത ടേം ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ സെഡ് ബാർ. ഇവിടെ നമ്മൾ ഇൻറ്റു എന്ന് പറയുന്നത് ലെബനീസ് നൊട്ടേഷൻ വെച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ഇത് രണ്ടാൾക്കാരുടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ്. ദെൻ ബൈ ചെയിൻ റൂൾ എഫ് സെഡ് ബാർ ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ബാർ ആൻഡ് the sum of these two derivatives, that is equal to, what about dou f by dou x? Dou f by dou x അതുപോലെ എഴുതി dou f by dou x dou x by dou z bar. എക്സിനെ സെഡ് ബാറിൽ ചെയ്യുന്ന സമയത്ത് സെഡ് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുമ്പോൾ 1/2 ഇൻറ്റു 0 + 1 വരും, ടോട്ടലി 1/2 പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈനെ ഞാൻ അതുപോലെ റീപ്ലേസ് ചെയ്തു. ഡോ വൈ ബൈ ഡോ സെഡ് ബാർ, വൈനെ സെഡ് ബാറിൽ ചെയ്യാം. ഡിനോമിനേറ്ററിൽ 1/2i കോൺസ്റ്റൻ്റ് ആണ്. സെഡ് ബാറിൽ ചെയ്യുന്ന സമയത്ത് മൈനസ് സെഡ് ബാർ ആണ്. മൈനസ് സെഡ് ബാറിൻ്റെ ഡെറിവേറ്റീവ് -1 വരും. സെഡ് കോൺസ്റ്റൻ്റ് ആയത് പ്രകാരം സെഡിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. Therefore, it is equal to plus -1/2i ഡോ എഫ് ബൈ ഡോ വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടലി രണ്ട് ടേമൊന്നും 1/2 പുറത്തെടുക്കുകയാണ്. 1/2 ഇൻറ്റു എഫ് എക്സ് പ്ലസ് 1 നമ്മുടെ കയ്യിലുള്ളത് -1/i. ഞാൻ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് കരുതാം.
-1 ഇൻറ്റു ഐ ആരായിട്ട് മാറും? -i ആയിട്ട് മാറും. i ഇൻറ്റു ഐ സ്ക്വയർ -1 ആയിട്ട് മാറും. ടോട്ടലി മുകളിലത്തെ മൈനസ് പ്ലസ് ആയിട്ട് പ്ലസ് ഐ എന്നുള്ള ക്വാണ്ടിറ്റി കിട്ടും. ദെയർഫോർ -1/2i can be, sorry, 1/2 is taken outside, therefore -1/i can be treated as i into fy. ഞാൻ ഇയാളൊന്ന് മുകളിലേക്ക് എടുത്ത് എഴുതുന്നുണ്ട്. നമുക്ക് കിട്ടിയത് ∂f/∂z bar is equal to 1/2 fx plus i into fy, which is equal to 1/2 fx ആരാ? fu plus v ആണ്. fx ചെയ്യുന്ന സമയത്ത് ux plus I vx വരും, പ്ലസ് i into fy ചെയ്യുന്ന സമയത്ത് uy plus I vy കിട്ടും. That is equal to 1/2 റിയൽ പാർട്ടുകൾ മാത്രം ഒരേ സൈഡിൽ എഴുതാം. ux വരും പ്ലസ് ഐ വി എക്സ് ഇവിടെ ഉണ്ട്, അയാൾ ഇമാജിനറി പാർട്ടിൻ്റെ കൂടെ എഴുതാം. ഇവിടെ നമുക്ക് ഐ ഇൻറ്റു ഐ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐ സ്ക്വയർ -1 വരും, മൈനസ് ഓഫ് വി വൈ പ്ലസ് ഇനി ഇമാജിനറി പാർട്ടിൻ്റെ ടേംസുകൾ വി എക്സ് പ്ലസ് ഐ ഇൻറ്റു യു വൈയിൽ ഐ കോമണായിട്ട് ഔട്ട് സൈഡ് എടുത്താൽ യു വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മുടെ അസംഷൻ എന്തായിരുന്നു? ദ ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ആയത് പ്രകാരം എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് കിട്ടി? ഇറ്റ് സാറ്റിസ്ഫൈസ് Cauchy-Riemann ഇക്വേഷൻ. അതായത് യു എക്സ് ഈക്വൽ ടു വി വൈ ആണ്. യു എക്സ് ഈക്വൽ ടു വി വൈ ആണ്. ഈ ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ആൻഡ് വി എക്സ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആണ്. ദാറ്റ് വിൽ ഇംപ്ലൈസ് ദിസ് ടേം ഈസ് ഓൾസോ 0. Therefore we have concluded that f z bar is equal to 0. That means if a function is differentiable at a point z, then the function satisfies f z bar is equal to 0. Therefore this is a necessary condition for a differentiable function at a point. ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അയാൾ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? എഫ് സെഡ് ബാർ 0 ആയിരിക്കും. നമ്മൾ കൺക്ലൂഡ് ചെയ്ത കാര്യം, എഫ് ഡിഫറൻഷ്യബിൾ ആണ് ഒരു പോയിന്റിൽ അറ്റ് സെഡ് എന്നുണ്ടെങ്കിൽ ദെൻ അറ്റ് സെഡ് എന്തായിരിക്കും? എഫ് സെഡ് ബാർ ഈക്വൽ ടു 0 at that point. ആ പോയിന്റിൽ എഫ് സെഡ് ബാർ 0 ആയിരിക്കും. ഇതിൻ്റെ കോൺട്രാ പോസിറ്റീവ് ആർഗ്യുമെൻ്റ് എന്താ വരിക? എഫ് സെഡ് ബാർ നോട്ട് ഈക്വൽ ടു 0 ആകുന്ന ഒരു പോയിന്റിലും ഫംഗ്ഷൻ എന്താവില്ല? ഡിഫറൻഷ്യബിൾ ആവില്ല. നോട്ട് ഡിഫറൻഷ്യബിൾ ഫോർ എ വെരി പോയിന്റ് സാറ്റിസ്ഫൈങ് എഫ് സെഡ് ബാർ നോട്ട് ഈക്വൽ ടു 0. Hence we have concluded that if a function f is differentiable at a point z, then f z bar must be equal to 0. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഫംഗ്ഷൻ എടുക്കാം. എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് ബാർ എന്നുള്ള ഫംഗ്ഷൻ എടുത്തു. സെഡ് ബാർ ഡിഫറൻഷ്യബിൾ അല്ല എന്നുള്ളത് നമ്മൾ പല ടേമിൽ എക്സ്പ്രസ് ചെയ്യാം, പല രൂപത്തിലും നമുക്ക് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ Cauchy-Riemann ഇക്വേഷൻ പറഞ്ഞിട്ട് സെഡ് ബാർ എന്നുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് കൺക്ലൂഡ് ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് എങ്ങനെ പറയാം? ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ എന്താ വരിക? ഡോ ബൈ ഡോ സെഡ് ബാർ ഓഫ് എഫ് ആരാ? സെഡ് ബാർ ആണ്. ഈക്വൽ ടു സെഡ് ബാറിനെ സെഡ് ബാറിൽ ചെയ്യുന്ന സമയത്ത് 1 വരും. നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ സെഡ്. അതായത് എഫിനെ സെഡ് ബാറിൽ ചെയ്യുന്ന സമയത്ത് അയാൾ ഒരു പോയിന്റിലും എന്താവൂല? 0 ആകൂല. നമ്മൾ നേരത്തെ നെസസറി കണ്ടീഷൻ പ്രകാരം ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആ പോയിന്റിൽ എന്തായാലും എന്താവണം? 0 ആവണം. ഒരു പോയിന്റിലും 0 അല്ല. ദാറ്റ് വിൽ ഇംപ്ലൈസ് എഫ് ഈസ് നോവെയർ ഡിഫറൻഷ്യബിൾ. ഒരു പോയിന്റിലും ഡിഫറൻഷ്യബിൾ അല്ല എഫ് എന്താ? സെഡ് ബാർ. ഇതേപോലെ നമുക്ക് എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് സെഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. റിയൽ പാർട്ട് ഓഫ് സെഡ് എക്സ് ആണ്. അയാളെ നമുക്ക് എന്ത് ചെയ്യാം? സെഡ് പ്ലസ് സെഡ് ബാർ ബൈ 2 എന്ന് എഴുതാം. ദെൻ വാട്ട് അബൌട്ട് ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ ഈക്വൽ ടു സെഡ് ബാറിൽ ചെയ്യുന്ന സമയത്ത് 1/2 കിട്ടും. നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി സെഡ്. ദെയർഫോർ റിയൽ പാർട്ട് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ ഈസ് റിയൽ പാർട്ട് ഓഫ് സെഡ് ഈസ് നോവെയർ ഡിഫറൻഷ്യബിൾ. ഇതേപോലെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്താ വരിക? എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു ഐ എം ഓഫ് സെഡ് എടുത്താൽ ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് ബാർ ബൈ 2i വരും. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നമുക്ക് മൈനസ് ഓഫ് 1/2i വരും. അയാളും ഒരു പോയിന്റിൽ 0 അല്ല. ഇനി മറ്റൊരു ഫംഗ്ഷനായിട്ട് ഞാൻ വേറൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്. ഇ റൈസ് ടു സെഡ് ബാർ
എഫ് ഓഫ് സെഡ് എന്നുള്ളത് ഇ റേസ് ടു സെഡ് ബാർ ആണ്. ഇ റേസ് ടു സെഡ് ബാറിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി നമുക്കൊരു പോയിന്റിൽ പല രൂപത്തിൽ പറയാം. ഈ ഡിഫറൻഷ്യബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം ഡിഫറൻഷ്യബിലിറ്റീനെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അനാലിറ്റിക് ഫംഗ്ഷൻസ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് ബാർ ആകുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ ഈക്വൽ ടു ഇ റേസ് ടു സെഡ് ബാർ വരും. ഡോ എഫ് ബൈ ഡോ സെഡ് ബാർ ഈക്വൽ ടു സെഡ് ബാറിൽ ചെയ്യുന്ന സമയത്ത് ഇ റേസ് ടു സെഡിൻ്റെ ഡെറിവേറ്റീവ് അത് തന്നെയാണ്, ഇ റേസ് ടു സെഡ് ബാർ വരും. ഇ റേസ് ടു സെഡ് ബാർ നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി സെഡ്. ഒരു പോയിന്റിലും അയാൾ 0 അല്ല. ദാറ്റ് മീൻസ് ഒരു പോയിന്റിലും ഇ റേസ് ടു സെഡ് ബാർ എന്നുള്ള ഫംഗ്ഷൻ എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. ഹെൻസ് വി ആർ കൺക്ലൂഡഡ് ദാറ്റ് ഇഫ് എ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് സെഡ് then it must satisfies f z bar equal to 0. ഇനി ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.